യെസ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു ജുറാസിക് പാർക്ക് പടം നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെയാണ്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ ജുറാസിക് വേൾഡ് സീരീസിനകത്ത് അവർ റീബർത്ത് എന്ന് പറഞ്ഞാണ് ഈ ഒരു പടം ഇറക്കുന്നത്. എനിക്കറിയാം, നിങ്ങളെ പോലെ തന്നെ എനിക്കും ആക്ച്വലി ഈ ഒരു പടത്തിനെ കുറിച്ച് കേട്ടപ്പോഴത്തേ അയ്യോ ഇതിനി സീക്വലാണോ പ്രീക്വലാണോ റീബൂട്ടാണോ അങ്ങനെയൊക്കെ കുറേ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ. പിന്നെ എന്നോട് ചോദിക്കണേ, എനിക്ക് കൊച്ചിലെ മുതൽ എനിക്ക് ഡൈനോസറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഡൊമിനിയനും ഫാലൻ കിങ്ഡം ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ദുരന്തങ്ങളായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെ എനിക്ക് കൊച്ചിലെ പോലെ ഞാൻ കണ്ടു വളർന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആക്ച്വലി അതിനോടൊരു സ്പെഷ്യൽ എന്താ പറയേണ്ടത് ഒരു സ്പെഷ്യൽ കെയറും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. നല്ലൊരു പടമാകും തന്നെ നമുക്ക് എന്താണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ അടുത്തിടെ അതിൻ്റെ പ്രീമിയർ ഒക്കെ സംഭവിച്ചപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസ് എല്ലാമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് തന്നെ. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. അപ്പം നമുക്ക് തുടങ്ങിക്കാം. ആദ്യം തന്നെ ആ ഒരു വലിയ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അതായതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 4 ആണ്. ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെയാണ് ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഓവറോൾ നമ്മൾ വേൾഡിലെ റിലീസ് നോക്കിങ്ങനെ 2 റിലീസ് അവർ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത് തന്നെ ജൂലൈയിൽ. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു വലിയൊരു ഡൗട്ടാണ് ജുറാസിക് പാർക്ക് ജുറാസിക് വേൾഡ്. ഇത് വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു റീബർത്ത് എന്ന് പറഞ്ഞ സിനിമ എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ ആണെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം. അതായതെന്ന് പറഞ്ഞാൽ ജുറാസിക് വേൾഡ് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഫാലൻ കിങ്ഡം കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഡൊമിനിയൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡൊമിനിയനിൽ നിന്ന് ഉള്ള ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ ആയിട്ടാണ് നമുക്കിത് ലഭിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ ഒരു സിനിമ ഹെവിലി ജുറാസിക് വേൾഡ് ആദ്യത്തെ സിനിമയും അതുകൂടാതെ തന്നെ ജുറാസിക് പാർക്ക് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ഹെവിലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമ കൂടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് വേ ഓഫ് എക്സ്പീരിയൻസിങ് ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 6 സിനിമകളും കണ്ടിട്ട് ഈ ഒരു 7ാമത്തെ സിനിമ നിങ്ങൾ കാണാൻ പോകാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഡൊമിനിയനകത്തൊക്കെ അവർ സത്യം പറഞ്ഞാൽ പടം ദുരന്തമാണ്. പക്ഷെ എന്നാലും ഡൈനോസറിനെയൊക്കെ നമ്മുടെ വേൾഡിലേക്ക് കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്നൊക്കെയുള്ളൊരു അപ്ഡേറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ഇനി ചെറിയ രീതിയിൽ നമ്മൾ ഈ ഒരു സിനിമയുടെ സിനോപ്സിസിലേക്ക് നോക്കിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിലും ജുറാസിക് വേൾഡ് സിനിമയ്ക്കകത്തും ഹെവിലി നമ്മളെ കുറച്ച് ഐലൻഡ്സ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്തുള്ള മെയിൻ കമ്പനി തന്നെയായിരുന്നു, കോർപ്പറേറ്റ് കമ്പനിയാണ് ഇൻജൻ. ആൻഡ് ആ ഒരു ഇൻജൻ കമ്പനീസിന് കുറേ ഐലൻഡ് അവർ അക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്ല സോണാർ, ഇസ്ല ന്യൂബ എന്നൊക്കെ പറഞ്ഞ് കുറേ ഐലൻഡ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഇവർ ആദ്യത്തെ സിനിമയ്ക്കകത്ത് അതായത് ഈ ഒരു പാർക്കിന് വേണ്ടിയിട്ട് കുറേ ഡൈനോസേഴ്സിനെ ഇവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. ആൻഡ് ആ ഒരു റിസർച്ച് ഫെസിലിറ്റി ഉണ്ടായിരുന്ന ഐലൻഡിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ആൻഡ് ആ ഒരു ഐലൻഡിൻ്റെ പേര് ഇസ്ല മൊറീട്ടോ അങ്ങനെ എന്തോ ആണ്, ഡെഡ് ഐലൻഡ് എന്നാണ് അത് സത്യം പറഞ്ഞാൽ റെഫർ ചെയ്യുന്നത് തന്നെ. ആൻഡ് ആ ഒരു ഐലൻഡിലേക്കാണ് ഇവരുടെ ജേർണി നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. എന്താണ് ആ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അവിടെയുള്ള ഡൈനോസേഴ്സ് ഒക്കെ എല്ലാവരും മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സ് തന്നെയാണ്. അതായത് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സിനിമയുടെ ജുറാസിക് പാർക്ക് സിനിമയ്ക്കകത്തുണ്ടായിരുന്ന ആ ഒരു ഡൈനോസേഴ്സിൻ്റെ റിസർച്ച് ഫെസിലിറ്റിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേയധികം പ്രോട്ടോ ടൈപ്പ് ആയിട്ടുള്ള ഡൈനോസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും, കുറേ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവർ പല DNA അവിടെ നിന്ന് ഇവിടെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് ഡൈനോസേഴ്സിനെ ഉണ്ടാക്കിയത്. നമ്മൾ ആദ്യത്തെ സിനിമ പോലും നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് ഫ്രോഗിൻ്റെ DNAയും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ കാണാത്ത രീതിയിലുള്ള സത്യം പറഞ്ഞ ഡൈനോസേഴ്സിനെ വരെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം നമുക്കൊരു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. പിന്നെ എന്താണ് ഇവരുടെ മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സ്പെസിഫിക് DNA എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഡെഡ് ഐലൻഡിൽ പോകുന്നത്. ആൻഡ് ആ ഒരു DNA കൊണ്ട് അവർക്ക് പല ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സോ ചിലപ്പോൾ അവർ ക്യാൻസറിൻ്റെ ക്യൂർ അന്വേഷിച്ചായിരിക്കും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ അറിയില്ല. ഇതാണ് നമുക്ക് ഏകദേശം ട്രെയിലേഴ്സ് കൊണ്ട് ഇപ്പോഴത്തെ ഉള്ള സിനോപ്സിസും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണേ. സോ സിനിമയുടെ മേജർ കാസ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ ജോണതൻ ബെയ്ലി, അതുകൂടാതെ തന്നെ സ്കാർലെറ്റ് ജോഹാൻസൺ, പിന്നെ നമ്മുടെ അലി അണ്ണൻ, ഇവരെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ ഏകദേശം ഒരു മിഷനറി ആയിട്ട് ഈ ഒരു മിഷൻ സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമുക്ക് ഏകദേശം ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഈ ഒരു ഐലൻഡ് സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഡേഞ്ചേഴ്സാണ് ഈ ഒരു ഐലൻഡ് ഉള്ളത്. ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കുറേയധികം കിഡിലും ഡൈനോസർ ആക്ഷൻസ് കാണാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയിലെ സിനിമകളായിട്ടുള്ള ഫാലൻ കിങ്ഡവും അതുകൂടാതെ ഡൊമിനിയനും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒറിജിനൽ ജുറാസിക് പാർക്ക് 1 and 2 ക്യാരക്ടേഴ്സിനെ അവർ ഇതിനകത്ത് റിട്ടേൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഫാലൻ കിങ്ഡത്തിനകത്താണെങ്കിലും ഡൊമിനിയത്തിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു. ഈവൻ ദോ സിനിമ ദുരന്തങ്ങളായിരുന്നെങ്കിൽ തന്നെയും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന തന്നെയാണ്.
തന്നെയാണ്. ആൻഡ് ക്രിസ് പാറ്റ് ആയിരുന്നു ആ ഒരു സിനിമയ്ക്കകത്തുള്ള ലീഡ് റോളിൽ നമുക്ക് കാണാൻ കഴിയണം. പക്ഷേ ഇതിനകത്ത് നമ്മൾ ആക്ച്വലി സ്കാർലറ്റ് ജോഹാൻസനെയാണ് നമ്മൾ കാണുന്നത്. സോ ക്രിസ് പാറ്റിന്റെ ക്യാരക്ടറിന് എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് അവർ ആക്ച്വലി ഗോ ത്രൂ ചെയ്യുമായിരിക്കാം. പക്ഷെ അത് ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഈ പറഞ്ഞ സിനിമയുടെ ഡയറക്റ്റ് ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴയ ലെഗസി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ കാണാൻ കഴിയുമായിരിക്കാം. പക്ഷെ ചിലപ്പോൾ കാണാൻ കഴിയില്ലായിരിക്കും. കാരണം അവർ ടോട്ടലി ഒരു ന്യൂ ഐലൻഡിലേക്ക് തന്നെയാണ് പോകുന്നത് തന്നെ. ആൻഡ് ഇതൊന്നുമല്ല സത്യം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഒരു ഐലൻഡ് സത്യം തന്നെ ഒരു റിസർച്ച് ഐലൻഡ് എന്നുള്ള രീതിയിലാണ് അവർ ആക്ച്വലി വച്ചുകൊണ്ടിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ പല മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഡൈനോസേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. ട്രെയിലറിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് ഡി റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടി റെക്സിൻ്റെ ഒരു മ്യൂട്ടേറ്റഡ് വേർഷനെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് അത് എത്രത്തോളം പവർഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കാരണം ഇതിനു മുമ്പ് ജുറാസിക് വേൾഡ് ഫ്രാഞ്ചൈസിയിൽ നമ്മൾ ആക്ച്വലി എന്താ പറയുക മോഡിഫൈ ചെയ്തിട്ടുള്ള ഡൈനോസേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻഡോമിനക്സ് റെക്സ് അതേപോലത്തെ ഡൈനോസേഴ്സ് എല്ലാം തന്നെ. സോ അതെല്ലാം വെച്ച് നോക്കണമെങ്കിൽ ഡി റെക്സ് എവിടെ വരും, അതിൻ്റെ പവർ ലെവൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു സിനിമ കാണണം. അതുകൂടാതെ തന്നെ ഇതിനകത്തുള്ള വെലോസിറാപ്റ്റേഴ്സ് വരെ ഭയങ്കര രീതിയിൽ തന്നെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വെലോസിറാപ്റ്റേഴ്സ് ആണെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ചെറിയൊരു ടീസ് നമുക്ക് ട്രെയിലറിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടാകുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജുറാസിക് പാർക്ക് 3 സിനിമയ്ക്കകത്തുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡൈനോസർ ആയിട്ടുള്ള സ്പൈനോസോറസ് ഈ ഒരു സിനിമയ്ക്കകത്ത് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് സ്പൈനോസോറസിൻ്റെ സൈസ് ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെ ജുറാസിക് പാർക്ക് 3 സ്പൈനോസോറസ് വേറെ ലെവൽ. അതിനകത്ത് സ്പൈനോസോറസും ടീറക്സും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് പൊളിയായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെയായിരുന്നു. സോ ഇതേപോലെ തന്നെ നമുക്ക് കുറേയധികം പിന്നെ നമ്മുടെ മോസസോറസ് തിരിച്ചു വരുന്നുണ്ട്. പുള്ളിക്കാരൻ കടലിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുതിയ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. സോ ഏകദേശം നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കണം ഫിലിമിൻ്റെ ടോട്ടൽ റൺ ടൈം 2 മണിക്കൂർ 13 മിനിറ്റ് തന്നെയായിരിക്കും. ആൻഡ് സിനിമ 2Dയിലും 3Dയിലും ഇറങ്ങുന്നത് തന്നെയാണ്. അത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് മൾട്ടിപ്പിൾ നമുക്ക് ആക്ച്വലി ഇംഗ്ലീഷിൽ, ഹിന്ദി, തമിഴ് ഈ പറഞ്ഞ ഡബ്ബിംഗ് എല്ലാം നമുക്ക് അവൈലബിൾ തന്നെ ആയിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകണം. നിങ്ങൾ ഈ ഒരു വീഡിയോ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് കാണണമെങ്കിൽ എങ്ങനെയുണ്ട് പടം എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷേ സ്പോയിലർ ഒന്നും ഇടരുത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടതായിട്ട് എനിക്കും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ജുറാസിക് പാർക്ക് സിനിമ ഏതാണ്, ഫേവറേറ്റ് ഡൈനോസർ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈനോസോറസ്, ഇൻഡോമിനക്സ് റെക്സ്, വെലോസിറാപ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഞാൻ ടീറക്സിനെ ഞാൻ പറയുള്ളൂ. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.